ദേശീയപാതയിൽ സൗകര്യപ്രദമായ അടിപ്പാതയ്ക്ക് വേണ്ടി ചെറുവത്തൂരിലെ ജനകീയ സമിതി നടത്തിയ സമരം വിജയത്തിലേക്ക്. നിലവിലെ ഇടുങ്ങിയ പാതയ്ക്ക് പകരം ഇവിടെ വലിയ അടിപ്പാതയും വയഡക്റ്റും നിർമ്മിക്കാൻ ധാരണയായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ദേശീയപാത വിപുലീകരണത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ വ്യാപാര ഭവൻ റോഡിൽ നിർമ്മിച്ച വീതി കുറഞ്ഞ അടിപ്പാതയ്ക്കെതിരെ നാട്ടുകാർ നടത്തിവന്ന 111 ദിവസത്തെ സുദീർഘമായ സമരമാണ് ഒടുവിൽ വിജയത്തിലേക്കെത്തുന്നത്. നിലവിലെ അടിപ്പാത കാറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും കടന്നുപോകാൻ അപര്യാപ്തമാണെന്നും ഇത് കടുത്ത ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ നവംബർ 12-ന് നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചത്. ഡിസംബർ 1 മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരമായി മാറിയ ഈ ജനകീയ പോരാട്ടത്തിനൊടുവിൽ ഗതാഗത യോഗ്യമായ 4x7 മീറ്റർ വലിപ്പത്തിലുള്ള വലിയ അടിപ്പാത നിർമ്മിക്കാമെന്നാണ് നിർമ്മാണ കമ്പനി ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ണിട്ടുയർത്തിയുള്ള റോഡ് നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്ന് വ്യക്തമായതിനാൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര ഭവൻ റോഡിൽ 50 മീറ്റർ വീതം നീളത്തിൽ 2 സ്പാൻ വയഡക്റ്റുകൾ അഥവാ തൂണുകളിൽ മേലുള്ള പാത നിർമ്മിക്കാമെന്നും കരാർ കമ്പനി ജനറൽ മാനേജർ സമരസമിതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവിധ ആളുകളും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ ആണ് ഇപ്പോൾ ഈ സമരം നടത്തിയതും ഇതിൻ്റെ വിജയം അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം അന്തിമമായി പൂർത്തീകരിച്ചതും എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇതിൽ എല്ലാവരുടെയും മറ്റ് തലത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ ഈ സമരത്തിന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മികച്ച ഒരു അടിപ്പാതയാണ് ഇപ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 4x7 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവുമുള്ള ഒരു എല്ലാ സൗകര്യത്തോടു കൂടിയ ഒരു അടിപ്പാതയാണ് നമുക്കിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി ഒത്തൊരുമിച്ച ഗുണഭോക്തൃ കൂട്ടായ്മയുടെയും ജനകീയ കർമ്മസമിതിയുടെയും നിരന്തരമായ ഇടപെടലുകൾക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണ് ഈ അനുകൂല തീരുമാനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.